മാണിയുടെ രാജിയിൽ ആടിയുലയുന്നു UDF എന്ന ഏറ്റവും പുതിയ കാഴ്ചയ്ക്കൊപ്പം മാണിക്ക് ഒരു ദിവസത്തെ സമയം നൽകിയുള്ള തീരുമാനവും പുറത്തെത്തുന്നു. ഏറ്റവും ഒടുവിലായി ഇതാ വീണ്ടും UDF ചേരാനായി തീരുമാനം. UDF 4 മണിയോടുകൂടി UDF ചേരും. വിവരങ്ങളുമായി ഇപ്പോൾ ക്ലിഫ് ഹൗസിന് മുന്നിൽ നിന്നും സുനിൽ അരിമാനൂർ ചേരുന്നു. സുനിൽ, ഇനി ചേരുന്ന UDFന്റെ അജണ്ട എന്ത്? അജിംഷാദ്, 4 മണിക്ക് UDFൽ നേരത്തെ പങ്കെടുത്ത കക്ഷികളുടെ യോഗത്തിനായി എത്തിച്ചേരാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ക്ലിഫ് ഹൗസിൽ തന്നെയാണ് 4 മണിക്ക് UDF ഘടകകക്ഷികളുടെ പ്രതിനിധികളുടെ യോഗം ചേരുക. അതിനു മുമ്പായി തന്നെ ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഉന്നതാധികാര സമിതി യോഗം അവസാനിക്കും. അതിൻ്റെ തീരുമാനങ്ങൾ ഈ യോഗത്തിലേക്ക് വരും എന്ന ധാരണയിലാണ് ഇപ്പോൾ 4 മണിക്ക് UDF യോഗം ചേരാം, UDF കക്ഷികളുടെ യോഗം ചേരാമെന്ന രീതിയിൽ ഇപ്പോൾ എല്ലാ ഘടകകക്ഷി നേതാക്കൾക്കും ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. നേരത്തെ തീരുമാനിച്ച കാര്യം തന്നെയായിരിക്കും വീണ്ടും ഈ യോഗത്തിൽ വരുന്നത്. അതായത് മന്ത്രി KM മാണി രാജിവെക്കണം. അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. പക്ഷേ മാണി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കഴിഞ്ഞ ശേഷം യോഗത്തിനകത്ത് കൂടുതൽ സമയം വേണം ചർച്ച ചെയ്യാൻ, അല്ലെങ്കിൽ കൂടുതൽ പരിശോധന വേണം, അല്പസമയം കൂടെ നൽകണം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ UDF യോഗത്തിൽ അത് വെച്ചിട്ട് നാളെ വരെ, അതായത് നാളെ ഉച്ചവരെ സമയം നൽകാം എന്നുള്ള രീതിയിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ പരസ്യമായ രീതിയിൽ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ KM മാണിയുടെ രാജി ആവശ്യപ്പെടുന്ന കാര്യത്തിലേക്ക് പോകും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. തീർച്ചയായും UDFനകത്ത് നേരത്തെ ഘടകകക്ഷികൾ ഉന്നയിച്ച കാര്യത്തിൽ തന്നെയാണ് അവർ വീണ്ടും നിൽക്കുന്നത്. കാരണം UDF എന്ന് പറയുന്ന മുന്നണിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും അത് കോട്ടം തട്ടാതെ സൂക്ഷിക്കാനുമാണ് എല്ലാ ഘടകകക്ഷികളും ശ്രമിക്കേണ്ടത്. അത് ആ ഘടകകക്ഷികളുടെ തീരുമാനം അതനുസരിച്ചായിരിക്കണം. അതിന് വിരുദ്ധമായി വന്നാൽ എല്ലാ ഘടകകക്ഷികളെയും അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് ലീഗ് തന്നെ ആദ്യം മുതൽ തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ UDF യോഗത്തിൽ മാണി വ്യക്തമായ നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്നത്തെ UDF യോഗത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് തീരുമാനം വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാണി അല്പം സമയം അനുവദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ ഈ UDFലെ ഘടകകക്ഷി നേതാക്കളുടെ യോഗം അത് സമ്മർദ്ദത്തിലേക്ക് വരും എന്നതാണ്. ഒരുപക്ഷെ സുനിൽ, ഏറ്റവും പുതിയതായി എത്തുന്ന വാർത്തകളെ ക്രോഡീകരിക്കുമ്പോൾ സമ്മർദ്ദങ്ങൾ സഹിക്കാൻ വയ്യാതെ, അതായത് കേരള കോൺഗ്രസിനുള്ളിൽ നാം രാവിലെ മുതൽ ചർച്ച ചെയ്തതുപോലെ കേരള കോൺഗ്രസിനുള്ളിൽ തന്നെ മാണിക്കെതിരായ വികാരം ശക്തമാകുന്നു. ഉണ്ണിയാടൻ എന്ന ഏക വ്യക്തി മാത്രം പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായപ്പോൾ ഉണ്ണിയാടൻ്റേത് വ്യക്തിപരമായ നിലപാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തിക്കൊണ്ട് UDFലെയും കേരള കോൺഗ്രസിലെ തന്നെയും നേതാക്കന്മാർ രംഗത്തെത്തുന്നു. ഈ സാഹചര്യത്തിൽ ഒരു ദിവസത്തെ സമയം കൂടി മാണിക്ക് ലഭിക്കുന്നു. ആ സമയത്തെ ഉപയോഗിക്കാനാണോ, അതോ ഇതിനു മുമ്പ് തന്നെ UDF യോഗത്തിൽ രാജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ, രാജിവെക്കാൻ തയ്യാറാണ് എന്ന വിവരം പറയാൻ ഉള്ള അത്രയും സമ്മർദ്ദത്തിലേക്ക് മാണി രൂപപ്പെടുകയാണോ? എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? അജിംഷാദ്, അത്തരത്തിൽ മാണി വരുമോ എന്നുള്ള കാര്യം നമുക്ക് അത് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം മാണി ഇത്രയും സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിച്ചു. പലതരത്തിലും സർക്കാർ തന്നെ രാജിവെക്കണമെന്നും മുഖ്യമന്ത്രി അടക്കം രാജിവെക്കണമെന്നുമുള്ള ഒരു സമ്മർദ്ദ തന്ത്രവും അന്ത്യശാസനവും MLA-മാരെ പിന്തുണ പിൻവലിക്കുമെന്നുള്ള ഭീഷണിയും ഒക്കെ നടത്തിയിട്ട് ഇന്ന് രാജി പ്രഖ്യാപിക്കാനുള്ള സാധ്യത എന്തുമാത്രം, അതാണ് നമുക്ക് അറിയേണ്ടത്. ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തെത്തുമ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ, കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ മാണി സമ്മർദ്ദത്തിന് വഴങ്ങുകയാണ്. രാജിവെക്കാതെ മുമ്പോട്ട് പോകുന്നത് കേരള കോൺഗ്രസിനെ എല്ലാ വിധത്തിലും അപ്രസക്തമാക്കുമെന്ന തീരുമാനം സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ രൂപം കൊള്ളുന്നു. മാണി മൗനത്തിലാണ്. മാണി ഒരു പക്ഷേ മൂളാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലും വാർത്തകൾ എത്തുന്നു. അങ്ങനെയെങ്കിൽ സജീവമായി ഇനി നടക്കാനിരിക്കുന്ന UDF യോഗത്തിന് ശേഷം ഒരുപക്ഷെ നിർണായകമായി കേരളം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ തീരുമാനത്തിലേക്ക് പോകും. ഒരു തീരുമാനമാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വരുന്നത് എങ്കിൽ ആ തീരുമാനം കൃത്യമായും KM മാണിക്ക് അനുസരിച്ചേ മതിയാവൂ. കാരണം KM മാണി, അജിംഷാദ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തോമസ് ഉണ്ണിയാടൻ്റെ മാത്രം പിന്തുണയിൽ നിന്നുകൊണ്ട് ആണ് KM മാണി നിൽക്കുന്നത്. മറ്റ് ജോസഫ് വിഭാഗം പിന്തുണ നൽകുന്നില്ല. അവർ രാജിവെക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചില്ല. കാരണം മാണിയുടെ പേരിൽ വന്ന ഒരു അഴിമതി ആരോപണത്തിന് എന്തിനാണ് യാതൊരു കുറ്റവും ചെയ്യാത്ത താൻ സുനിൽ, ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതാ എത്തുന്നു. മാണി ഒടുവിൽ രാജിക്ക് തയ്യാറായിരിക്കുന്നു.
പാളയത്തിൽ തന്നെ പടസൂചകമായ സാഹചര്യത്തിൽ മാണി രാജിക്ക് തയ്യാറായിരിക്കുന്നു എന്ന ധാരണ രൂപപ്പെട്ടിരിക്കുന്നു കേരള കോൺഗ്രസിൽ. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഏറ്റവും പുതിയ നിലപാടുകൾ എത്തുന്നത്. ബദൽ മാർഗങ്ങളില്ലാത്തത് കൊണ്ട് ഒടുവിൽ മാണി രാജിവെക്കും, രാജിക്ക് ഞാൻ സമ്മതനാണ് എന്ന് മുഖ്യമന്ത്രി അറിയിക്കും എന്ന സൂചനയാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ 4 മണിക്ക് ചേരുന്ന UDF യോഗം തീർച്ചയായും മാണി രാജിവെക്കാൻ സമ്മതിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഒടുവിൽ മാണി രാജിവെക്കാൻ സമ്മതിച്ചു. പീപ്പിൾ TV ബിഗ് ഇമ്പാക്ട്, മാണി രാജിവെക്കാൻ സമ്മതിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. സുനിൽ അരിമാനൂർ, അങ്ങനെയെങ്കിൽ 4 മണിക്കത്തെ UDF യോഗം നിർണായകമല്ലേ? അത് അന്തിമമായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. തീർച്ചയായും മാണി ഇത്തരത്തിൽ അവസാനം ഒടുവിൽ വഴങ്ങേണ്ടി വന്നു. മറ്റൊരു ഗത്യന്തരവും ഇല്ലാത്ത ഒരു സാഹചര്യം മാണിക്ക് മുന്നിൽ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഘടകകക്ഷികൾ പോലും ഒപ്പമില്ലാത്ത ഒരു സാഹചര്യത്തിൽ KM മാണിക്ക് ഈ മുന്നണി സംവിധാനത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശം വന്നിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങൾ വന്നിട്ട് പോലും അതിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് മാണി ഉന്നതാധികാര സമിതി യോഗത്തിൽ രാജി സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി അറിയിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. കൃത്യമായും 4 മണിക്ക് ചേരുന്ന UDF യോഗത്തിൽ തന്നെ മാണി ഇത് അറിയിക്കുകയും UDF അത് തീരുമാനമായി പറയുകയും ഉണ്ടാകും. മാണി കൃത്യമായി ഇന്ന് തന്നെ അങ്ങനെയെങ്കിൽ രാജിവെക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരിക. കാരണം കൂടെയുള്ള PJ ജോസഫ് വിഭാഗത്തിൻ്റെ സമ്മർദ്ദം, മാണിയുടെ ഒപ്പം നിൽക്കുന്ന MLA മാരുടെ സമ്മർദ്ദം, അത് പ്രത്യക്ഷമല്ലെങ്കിൽ പോലും പരോക്ഷമായ രീതിയിലുള്ള സമ്മർദ്ദമുണ്ട്. കാരണം ഇതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് പ്രതിരോധ നിര തീർത്തിക്കൊണ്ട് സർക്കാരിനെ ഭീഷണിയുടെ വഴിയിൽ നിർത്തിക്കൊണ്ട് സമ്മർദ്ദ തന്ത്രങ്ങൾ നിർത്തി പിന്തുണ പിൻവലിക്കുമെന്നുള്ള തരത്തിലുള്ള അന്ത്യശാസ്ത്രം നൽകിയിട്ട് മാണിക്ക് അവസാനം വഴങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. തീർച്ചയായും 4 മണിക്ക് UDF യോഗത്തിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം, അതിനു മുമ്പ് ചിലപ്പോൾ മാധ്യമങ്ങളോട് തന്നെ മാണി ചിലപ്പോൾ പ്രഖ്യാപനം നടത്തും. അതും നമുക്ക് തള്ളിക്കളയാനാവില്ല. അജിംഷാദ്. തീർച്ചയായും സുനിൽ അരിമാനൂർ, അങ്ങനെയെങ്കിൽ രാവിലെ മുതൽ, അതായത് മാണി പറഞ്ഞിരുന്ന നിലപാട് ഇതാണ്. എല്ലാ വിധത്തിലുമുള്ള വിമർശനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും രൂപം കൊള്ളുന്ന ഘട്ടത്തിലൊക്കെയും മാണി പിടിച്ചിരുന്ന മുയൽ ഇതായിരുന്നു, താൻ രാജിവെക്കാം, പക്ഷേ അതിന് ചില കോംപ്രമൈസുകളുണ്ട്. PJ ജോസഫ് രാജിവെക്കട്ടെ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ളവർക്കെതിരായി താൻ നീങ്ങും. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കി ഒടുവിൽ ശ്വാസം വിടാനായി ഉമ്മൻചാണ്ടിയും അല്ലെങ്കിൽ UDF-ഉം ഒടുവിൽ മാണിക്ക് ഒരു ദിവസം സമയം നൽകുന്നു. ഇപ്പോൾ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിൽ ബദൽ മാർഗങ്ങളില്ലാത്തത് കൊണ്ട് രാജിയേ മതിയാകൂ എന്ന തീരുമാനത്തിലേക്ക് നീങ്ങുന്നത്. അങ്ങനെയെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാകും പകരം കണ്ടീഷനായി മാണി വെക്കുക? നിരീക്ഷിക്കുമ്പോൾ, നിരീക്ഷക ലോകത്തെ ക്രോഡീകരിക്കുമ്പോൾ സുനിൽ അരിമാനൂർ. അതിനകത്ത് ഏറ്റവും പ്രധാനമായി മാണി മുന്നോട്ട് വയ്ക്കുന്നത് അടുത്ത മന്ത്രിസ്ഥാനം സംബന്ധിച്ച കാര്യമാണ്. അക്കാര്യത്തിലാണ് ഇനി വീണ്ടും കേരള കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നത്. മാണി രാജിക്ക് വഴങ്ങിക്കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ രാജി സ്വമേധയാ വെക്കുന്നത് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം മാണിക്ക് ഗത്യന്തരമില്ലാതെയാണ് KM മാണി ഇപ്പോൾ രാജിക്ക് ഒരുങ്ങിയിരിക്കുന്നത്. കാരണം കേരള കോൺഗ്രസിനുള്ളിനകത്ത് തന്നെ മാണിക്ക് ശക്തമായിട്ടുള്ള എതിർപ്പും രാജി ആവശ്യവുമുണ്ട്. മുന്നണികൾക്കിടയിൽ തന്നെ ശക്തമായിട്ട് കോൺഗ്രസ് അടക്കം, ലീഗ് അടക്കം, മറ്റ് ഘടകകക്ഷികളടക്കം ശക്തമായി മാണിയുടെ രാജി ആവശ്യവുമായി മുറവിളി കൂട്ടി തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ഇത് പലതരത്തിലുള്ള ഭീഷണി മുന്നോട്ട് വെച്ചിട്ടും സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്ന് മാണിക്ക് ഉറപ്പുണ്ട്. അത് വ്യക്തമായ സാഹചര്യത്തിലാണ് രാജിവെക്കാനുള്ള സന്നദ്ധത KM മാണി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അടുത്ത മന്ത്രിസ്ഥാനം സംബന്ധിച്ച ധനകാര്യ വകുപ്പ് മന്ത്രിസ്ഥാനം ആർക്ക് നൽകണം, അത് ജോസ് കെ മാണിക്ക് നൽകണമെന്നുള്ള തരത്തിലേക്കുള്ള ചർച്ചകൾ വരുമോ, അത് ഇന്നത്തെ UDF-ൽ തന്നെ വരുമോ എന്നുള്ളതാണ് നമുക്ക്, അത് UDF യോഗത്തിനകത്ത് വരുമോ എന്നുള്ളത് നമുക്ക് പിന്നീട് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോഴത്തെ ഒരു വിവരം വെച്ചിട്ട് ഈ ഒരു മാണിയുടെ ഒരു സന്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ 4 മണിക്ക് UDF യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ UDF യോഗത്തിൽ കൃത്യമായി KM മാണിയുടെ രാജി സംബന്ധിച്ച കാര്യത്തിൽ പ്രഖ്യാപനമുണ്ടാകും. അതിന് മുന്നോടിയായി ചിലപ്പോൾ KM മാണി തന്നെ മാധ്യമങ്ങളോട് രാജി സന്നദ്ധത അറിയിക്കും. കാരണം അങ്ങനെയെങ്കിൽ മാത്രമേ ഈ കേരള കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറി താൽക്കാലികമായിട്ടെങ്കിലും തടഞ്ഞു നിർത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. കാരണം ശക്തമായ നിലപാട് മറ്റുള്ളവർ ചോദിക്കുന്നു. കാരണം ഒരാൾ കുറ്റം ചെയ്തതിൻ്റെ പേരിൽ കുറ്റം ചെയ്യാത്തവർ എന്തിന് ശിക്ഷ അനുഭവിക്കണം എന്നുള്ള തരത്തിലേക്ക് വളരെ വിശദമായി ചർച്ച നടക്കുന്നു. കാരണം ആ പ്രശ്നങ്ങളെ അവരിൽ ഒതുക്കി തീർത്തുകൊണ്ട് ഒരു തീരുമാനമായി വരാനാണ് ഇവിടെ UDF-ൽ നേരത്തെ കക്ഷികളെടുത്ത തീരുമാനം. പക്ഷേ ഒറ്റ കാര്യത്തിൽ മാത്രം മാറ്റമില്ല, രാജി ആവശ്യം എന്ന് പറയുന്ന കാര്യത്തിൽ മാറ്റമില്ല. ഇല്ലെങ്കിൽ പുറത്താക്കുന്നതിന് വേണ്ട നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്ന് ഘടകകക്ഷികൾ ഒന്നടങ്കം പറഞ്ഞ ഒരു സാഹചര്യം. ഈ സാഹചര്യമാണ് ഇത്രയും സമയം ചേർന്നുകൊണ്ടിരിക്കുന്ന ഈ ഉന്നതാധികാര സമിതി, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ഉന്നതാധികാര സമിതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും മാണി വഴങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്.
തീർച്ചയായും സുനിൽ, എല്ലാം അപ്രതീക്ഷിതമായി തന്നെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ആദ്യം മാണി ഇന്നലത്തെ നിലപാടിൽ നിന്ന് മാറുന്നു, ഒടുവിൽ മാണി വഴങ്ങുന്ന ഘട്ടമെത്തുന്നു, വീണ്ടും മാണി തെന്നി മാറുന്നു, ഒരു ദിവസത്തെ സമയം UDF നൽകുന്നു, ഒടുവിൽ വീണ്ടും മാണി ഇതാ ഏറ്റവും ഒടുവിൽ രാജിയിലേക്ക് നീങ്ങാൻ, രാജി അറിയിക്കാൻ ഉദ്ദേശിക്കുന്നു. തീർച്ചയായും ബദൽ മാർഗങ്ങളില്ലാത്തത് കൊണ്ട് മാണി രാജിവെക്കണമെന്ന നിലപാടിലേക്ക് കേരള കോൺഗ്രസ് ഒന്നാകെ രൂപം കൊള്ളുന്നുവെങ്കിൽ ഇനി അടുത്ത മന്ത്രിസ്ഥാനം, നേരത്തെ സുനിൽ സൂചിപ്പിച്ചതുപോലെ അടുത്ത മന്ത്രിസ്ഥാനം ആർക്ക് എന്നത് അടക്കമുള്ള നിരവധി കണ്ടീഷനുകൾ മാണിക്ക് വെക്കാനുണ്ടാകും. അങ്ങനെയെങ്കിൽ CF തോമസ് അടക്കമുള്ളവരുടെ വിഷയം ഇന്ന് രാവിലെ മുതൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചു കൂടി സുനിൽ, തീർച്ചയായും അജിംഷാദ്, KM മാണിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അനുഭവ സമ്പത്ത് വെച്ചുകൊണ്ടും അതുപോലെ തന്നെ രാഷ്ട്രീയ ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശൈലി വെച്ചുകൊണ്ടും തന്നെയാണ് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്തത്. പക്ഷേ അതൊന്നും എങ്ങും എത്താത്ത തരത്തിലേക്കുള്ള ഒരു അന്ത്യമാണ് നമുക്കിനി കാണാൻ വരുന്നത്. കാരണം രാവിലെ എടുത്ത നിലപാട്, ശക്തമായിട്ടുള്ള നിലപാട്, ആദ്യം മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞത് രാജ്യസന്നദ്ധത 3 പേർ രാജിവെക്കേണ്ടി വരും. പക്ഷേ അത് PJ ജോസഫുമായി സംസാരിച്ചപ്പോൾ PJ ജോസഫ് രാജിവെക്കാൻ തയ്യാറല്ല. പിന്നെ ആരുണ്ട്? പിന്നെ ഉള്ളത് തോമസ് ആണ്. ഈ ഒരു രാജിയുമായി വരുമ്പോൾ ഉണ്ണിയാടൻ മാത്രം കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഉണ്ണിയാടൻ മാത്രമേ കൂടെയുള്ളൂ എന്ന് വരുമ്പോൾ വീണ്ടും അടുത്ത ബാർഗൈനിങ് നടത്തുന്നു. 5 പേർ, ഞങ്ങൾ 5 MLA മാർ, കേരള കോൺഗ്രസിൻ്റെ 5 MLA മാർ പിൻവലിക്കാൻ പോകുന്നു. പുറത്തുനിന്ന് വേണമെങ്കിൽ പിന്തുണ നൽകുന്ന കാര്യം ആലോചിക്കാമെന്നുള്ള ഭീഷണിയിലേക്ക് പോകുന്നു. അടുത്ത ഭീഷണി വീണ്ടും മാണി ഇത് ഇവരെ അറിയിക്കേണ്ട കേന്ദ്രങ്ങളിലേക്ക് വരുമ്പോൾ UDF-ലേക്ക് 9 മണിക്ക് വരേണ്ട UDF-ലേക്ക് വരാതെ ഇതിന് സന്നദ്ധത അല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്തിന് രാജിവെക്കണം? താൻ മാത്രം എന്തിന് രാജിവെക്കണം? മറ്റു മന്ത്രിമാർ ഈ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് മറ്റു മന്ത്രിമാർക്കെതിരെ ആരോപണമുണ്ടായിട്ട് തന്നെ മാത്രം എന്തിനാണ് ഇങ്ങനെ രാജ്യസമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള തരത്തിലേക്ക് മാണി കാര്യങ്ങൾ വീണ്ടും നീക്കി തുടങ്ങി. പിന്നെ മുഖ്യമന്ത്രിക്ക് നേരെയായി സോളാർ കേസ് അഴിമതി നേരിട്ടിട്ട് മുഖ്യമന്ത്രി രാജിവെച്ചിട്ടില്ല. അതിൻ്റെ ആരോപണങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി രാജിവെക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെയെങ്കിൽ സർക്കാർ ഒന്നടങ്കം പുറത്തു പോകണം എന്നുള്ള തരത്തിലേക്ക് അന്ത്യശാസനം നൽകുന്ന സാഹചര്യം. ഇങ്ങനെ സമ്മർദ്ദത്തിൽ നിന്ന് സമ്മർദ്ദത്തിലേക്ക് ഓരോ തന്ത്രങ്ങൾ പയറ്റിയാണ് അത് അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഇതൊന്നും ഉൾക്കൊള്ളാൻ, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ UDF-ലെ കക്ഷി നേതാക്കൾ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗവും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഈ ഉന്നതാധികാര സമിതി യോഗത്തിൽ കൃത്യമായ സമ്മർദ്ദവും പൊട്ടിത്തെറിയുടെ സാധ്യതയുമൊക്കെ ഉടലെടുത്ത് വന്നപ്പോഴാണ് ഇപ്പോൾ KM മാണി രാജ്യസന്നദ്ധത അറിയിച്ച് അത് മുഖ്യമന്ത്രിയെ അറിയിക്കാം എന്നുള്ള തരത്തിലേക്ക് ഉന്നതാധികാര സമിതി യോഗത്തിൽ തീരുമാനമായി, ധാരണയായി വന്നിരിക്കുന്നത്. അജിംഷാ, അതായത് സുനിൽ, രാഷ്ട്രീയ ലോകം നിരീക്ഷിച്ചത് ഇങ്ങനെയാണ്: കേട്ടത് മധുരമെങ്കിൽ കേൾക്കാനിരിക്കുന്നത് അതിമധുരം. ഒരുപക്ഷെ മാണി രാജിവെച്ച് പുറത്തു പോവുകയാണ് എങ്കിൽ മാണി ഇപ്പോൾ ഇതുവരെ സമ്മർദ്ദത്തിനായി ഉപയോഗിച്ച കാര്യങ്ങളൊക്കെയും പുറത്തെത്തും എന്നത്, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അടക്കമുള്ള വിവരങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയായിരുന്നു നിരീക്ഷകർ പറഞ്ഞിരുന്നത്. ഉദാഹരണമായി ബാർക്കോഴ കേസ് പോലെ തന്നെ പീപ്പിൾ TV പുറത്തുവിട്ട സോളാർ കേസ്, 2 K ബാബുവിനെതിരായ ബാർക്കോഴ കേസിലെ ബിജു രമേശിന്റെ ആരോപണം, അതും പീപ്പിൾ TVയാണ് പുറത്തുവിട്ടത്. ഇത്തരത്തിൽ നിരവധിയായ കാര്യങ്ങളെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി സർക്കാരും മറുപടി പറയേണ്ടതുണ്ട്. ഇതിനൊക്കെയുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ സാഹചര്യം ഒരുക്കാൻ മാണിക്ക് ഒരു പക്ഷേ വലിയ കരുത്താകും രാജിക്ക് ശേഷമുള്ള മാണി. തീർച്ചയായും അങ്ങനെ വിലയിരുത്തിക്കൂടെ സുനിൽ? തീർച്ചയായും. കാരണം മുഖ്യമന്ത്രിയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് KM മാണി ഇതുവരെ പിടിച്ചു നിന്നത്. കാരണം മുഖ്യമന്ത്രിയാണ് KM മാണിക്ക് ഇതുവരെ പരമാവധി സംരക്ഷണം നൽകിക്കൊണ്ട് KM മാണിയുടെ രാജി ആവശ്യം. നേരത്തെ വിജിലൻസ് കോടതിയുടെ പരാമർശം വന്നപ്പോൾ ഹൈക്കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തി രൂക്ഷമായ വിമർശനത്തിൽ പോയ സാഹചര്യം, ഇന്നലെ ഹൈക്കോടതിയുടെ വിധി വന്ന സാഹചര്യം, ഇതിലൊക്കെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. കാരണം നേരത്തെ വിജിലൻസിൻ്റെ പരാമർശം വന്നപ്പോൾ മാധ്യമപ്രവർത്തകരുടെ അടക്കം വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് താൻ ഇപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നടക്കുന്നിടത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി ജീവൻ കുമാർ ചേരുകയാണ്. ജീവൻ, കേരളം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. യഥാർത്ഥത്തിൽ മാണി രാജിക്ക് സമ്മതനായിരിക്കുന്നു, അല്ലെങ്കിൽ രാജിസമ്മതം മാണി അറിയിച്ചിരിക്കുന്നു എന്ന സൂചനയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നിന്നും, വ്യക്തമായ സൂചനയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നിന്ന് ലഭിക്കുന്നത്. ഒരുപക്ഷെ അവിടെ നടന്ന വാക്കുകൾ ഏതൊക്കെ രീതിയിലാണ് മാണി അതിലേക്ക് വഴങ്ങിയത്, ഇതൊക്കെ അറിയാൻ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ആഗ്രഹമുണ്ടാകും. ഒരുപക്ഷെ നമുക്കറിയാനാകുന്ന വിവരങ്ങൾ ക്രോഡീകരിക്കുമ്പോൾ എന്തൊക്കെ ജീവൻ?
അജിംഷാദ് 3 മണിക്കൂറും 45 മിനിറ്റും പിന്നിട്ടിരിക്കുന്നു മാണിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നിട്ട്. ഇപ്പോൾ മാണി രാജിവെക്കാനുള്ള തൻ്റെ സന്നദ്ധത പാർട്ടി യോഗത്തെ അറിയിച്ചതായിട്ടാണ് നമുക്ക് അകത്തുനിന്ന് ലഭിക്കുന്ന സൂചന. ഇത് സംബന്ധിച്ച് നേതാക്കന്മാർ പുറത്തെത്തി ഈ കാര്യം സ്ഥിരീകരിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ അന്തിമമായൊരു തീരുമാനമുണ്ടാവൂ. പക്ഷേ ഈ കാര്യത്തിൽ മാണി പാർട്ടി യോഗത്തിന് മുമ്പാകെ താൻ രാജിവെക്കുകയാണ്, താൻ രാജിവെക്കാൻ സന്നദ്ധനാണ് എന്ന ഒരു നിലപാട് പാർട്ടി യോഗം മുമ്പാകെ അറിയിച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, നേരത്തെ മുമ്പ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഈ കാര്യത്തിന് വഴങ്ങാതെ നിയമത്തിൻ്റെ സാങ്കേതികവും നൂലാമാലകളും ഒക്കെ പറഞ്ഞുകൊണ്ട് നിലകൊണ്ടിരുന്ന മാണി ഒടുവിൽ ശ്രമഫലമായിട്ടുള്ള സമ്മർദ്ദങ്ങളുടെ, അതായത് നിരന്തരമായുള്ള സമ്മർദ്ദങ്ങളുടെ ഫലമായി ഇപ്പോൾ മാണി രാജിവെക്കാം എന്ന ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം. കാരണം ഇതിൽ നേരത്തെ തൻ്റെ മുൻ നിലപാടുകളിലെല്ലാം ഹൈക്കോടതി വിധിയിൽ നിന്നുണ്ടായിരിക്കുന്ന സാങ്കേതികത്വം അല്ലെങ്കിൽ തൊടിനായം ചൂണ്ടിക്കാട്ടി അദ്ദേഹം തനിക്ക് പിടിച്ചു നിൽക്കാനാവും എന്നതാണ് അദ്ദേഹം ശ്രമിച്ചതെങ്കിൽ പോലും ഒടുവിൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ കൂട്ടായ ചർച്ച ഈ കാര്യത്തിൽ പുറത്തു വന്നു. ഈ കാര്യത്തിൽ കൂടുതൽ ഇരിക്കുന്നത് ഒരിക്കലും ഗുണപരമല്ല എന്ന ഒരു തീരുമാനം ആണ് ഈ കാര്യത്തിൽ ഉണ്ടായത്. അത് ഇരിക്കും തോറും ഈ കാര്യത്തിൽ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുകയും ചെയ്യും. ജീവൻ, അതായത് പ്രധാനമായും ഇന്ന് രാവിലെ മുതൽ ജോസഫ് വിഭാഗം അടക്കമുള്ളവർ മാണിയുടെ രാജി അനിവാര്യമാണ്, UDF-ൽ KPCC അടക്കമുള്ള കേന്ദ്രങ്ങൾ പറയുന്നതിനെ അനുകരിച്ചുകൊണ്ട് കേരള കോൺഗ്രസിൽ തന്നെ അത്തരത്തിൽ കാര്യങ്ങൾ രൂപം കൊണ്ടു. CF തോമസ് അടക്കമുള്ള മാണിയുടെ വിശ്വസ്തർ പോലും PJ ജോസഫിന്റെ പക്ഷത്തേക്ക് ചേരുന്ന കാഴ്ച, ശാക്തിക ബലാബലത്തിൽ മാണി ദുർബലമാകുന്ന കാഴ്ചയാണ് ആന്തരികമായും കേരള കോൺഗ്രസിൽ നിന്നും രാവിലെ എത്തിയ വാർത്ത. ഒടുവിൽ മാണി ഇത് സമ്മതിക്കുമ്പോൾ ഒരു പക്ഷേ ഉണ്ണിയാടൻ അടക്കമുള്ളവർ പരസ്യമായി പറഞ്ഞത് വ്യക്തിപരമായ നിലപാടാണ് എന്ന് പരസ്യമായി മറുപടി നൽകാൻ ആന്റണി രാജു തയ്യാറായി. ഇത്തരത്തിൽ മാണിയെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പിന്തുണച്ചതാരൊക്കെ, അല്ലെങ്കിൽ രാജി വെക്കണ്ട എന്ന് പറഞ്ഞതാരൊക്കെ, ഇത്തരത്തിൽ സൂചനകൾ ലഭിക്കുന്നുണ്ടോ? അറിയാനാകുന്നവ പറയുമ്പോൾ ജീവൻ. യോഗം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രി മുതൽ അദ്ദേഹം നിയമവൃത്തങ്ങളുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കത്തിലായിരുന്നു. ഹൈക്കോടതിയുടെ വിധിയുടെ കോപ്പി തൻ്റെ കയ്യിൽ കിട്ടട്ടെ എന്നതായിരുന്നു മാണി ഈ കാര്യത്തിൽ പറഞ്ഞത്. തനിക്ക് വാദിച്ച് നിൽക്കാൻ കഴിയുന്ന ചില പോയിന്റുകളുണ്ട് എന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റിയെ ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം ആദ്യം മുതൽ തന്നെ ശ്രമിച്ചിരുന്നത്. എന്നാൽ യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ PJ ജോസഫിൻ്റെ വീട്ടിൽ TU കുരുവിളയും അതുകൂടാതെ ഫോണിലൂടെ ആശയവിനിമയം നടത്തിയ മറ്റ് നേതാക്കന്മാരും ഈ കാര്യത്തിൽ ഇനിയൊരു കടിച്ചു തൂങ്ങലിന് പോവേണ്ടതില്ല, അങ്ങനെ പോയാൽ അത് പാർട്ടിയുടെയും മുന്നണിയുടെയും വലിയ പ്രതിച്ഛായ നഷ്ടത്തിനിടയാക്കും എന്ന കാര്യം KM മാണിയെ ബോധിപ്പിക്കുകയും ചെയ്തു. ഇതിന് കൂട്ടായി അവർ ചർച്ച ചെയ്തുകൊണ്ട് ഈ കാര്യത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തെ അറിയിക്കാമെന്നതായിരുന്നു അവരുടെ അന്തിമ ധാരണ. ഈ കാര്യത്തിൽ മാണിയോടൊപ്പം ഉറച്ചു നിന്ന നേതാക്കന്മാർ, പ്രത്യേകിച്ച് തോമസ് ഉണ്ണിയാടൻ അടക്കമുള്ളവർ ഈ കാര്യത്തിൽ മാണി രാജിവെക്കേണ്ടതില്ല എന്ന് പരസ്യമായി മാധ്യമങ്ങൾ മുമ്പാകെ പറഞ്ഞ കാര്യം തന്നെയാണ് പാർട്ടി യോഗം മുമ്പാകെയും അറിയിച്ചത്. മാണിയോടൊപ്പം, മാണി ഗ്രൂപ്പിനോടൊപ്പം നിന്ന മുഴുവൻ MLA മാരും ഈ കാര്യത്തിൽ മാണിയുടെ രാജികാര്യം വേണ്ടതില്ല, മാണി അതായത് ജീവൻ, അതായത് CF തോമസിനെ ഏറ്റവും പുതിയതായ വിവരങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയെ സംബന്ധിച്ച് പറയുമ്പോൾ സൂചനകളാണ്. തീർച്ചയായും അടച്ചിട്ട മുറിയിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപക്ഷെ ആ പരിമിതിയുണ്ട്. CF തോമസ്, പ്രത്യേകിച്ച് അജയ് തറയിൽ നമ്മോടൊപ്പം ഉള്ള സാഹചര്യത്തിൽ കൂടിയാണ് ഞാൻ ആ കാര്യം വിശദീകരിച്ചത്. ജീവനിലേക്ക് തന്നെ, അതായത് CF തോമസിനെ ധനമന്ത്രി സ്ഥാനം ഏൽപ്പിക്കണം എന്നതാണ് മാണിയുടെ ആഗ്രഹം എന്ന് ചില സൂചനകൾ എത്തുന്നു. പക്ഷേ PJ ജോസഫ് ധനകാര്യ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കണമെന്നാണ് മറുപക്ഷം. വലിയ രൂക്ഷമായ വാഗ്വാദങ്ങളായിരുന്നു ഒരുപക്ഷെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നടന്നതെന്ന്. ജീവൻ, ഹലോ, തീർച്ചയായും ജീവനിലേക്ക് എത്താം. ജീവൻ, ഇപ്പോൾ അജയ് തറയിൽ കോൺഗ്രസ് നേതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അജയ് തറയിൽ, കേൾക്കാമല്ലോ? കാര്യങ്ങൾ വളരെ വിശദമായി നീങ്ങുകയാണ്. UDF-ന്റെ ഓരോ ശ്വാസവും ബീപ് ശബ്ദങ്ങളായി കേരളം ശ്രദ്ധിക്കുന്ന ഒരു നിമിഷം. ഏറ്റവും ഒടുവിലെത്തിയത് ഒരു ദിവസത്തെ സമയം മാണിക്ക് നൽകിയെന്ന വാർത്തയാണ്. ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ പുതിയതായി എത്തുന്നത് ഇങ്ങനെയാണ്: മാണി സമ്മതം അറിയിച്ചിരിക്കുന്നു രാജിക്ക്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ രാജി പ്രഖ്യാപനം ഉണ്ടാകുമോ? അല്ല, ലാല് പറയുന്ന സമയത്ത് തന്നെ രാജിവെക്കണം എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമല്ലേ? ഇത് UDF സംവിധാനമാണ്. UDF സംവിധാനത്തിൽ ധാരാളം
വഴികളിലൂടെ പോകണം, ധാരാളം ചർച്ചകൾ നടക്കണം, ധാരാളം ഓപ്ഷൻസ് വർക്കൗട്ട് ചെയ്യണം. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ശ്രീ കെ എം മാണിയോട് അദ്ദേഹത്തിന്റെ തീരുമാനം എന്താണെന്ന് പറയാൻ കഴിയൂ. അതിനുശേഷമാണ് UDF നേതാക്കന്മാരുടെ തീരുമാനം എന്താണെന്ന് അങ്ങോട്ട് പറയാൻ കഴിയുകയുള്ളൂ. ഇതെല്ലാം സമയം വേണം. ഇന്ന് രാവിലെ ശ്രീ കെ എം മാണി അദ്ദേഹത്തിന്റെ കോടതി വിധി പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ യോഗം നടക്കുന്നു. ഇത് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് എല്ലാം നടക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഏതായാലും ശ്രീ അജയ് തറയിൽ താങ്കൾ ബോധപൂർവം പിന്നിലേക്ക് പോയതാണെന്ന് അറിയാം. എന്നാലും അപ് ടു ഡേറ്റ് ആയ കുറെ കാര്യങ്ങൾ കൂടി അപ്ഡേഷനായി എത്തുകയാണ്. അതായത് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തെത്തുന്നു. മാണിയുടെ അടുത്ത സ്ഥാനം രാജിവെച്ചാൽ ആർക്ക് നൽകണമെന്നതിന്റെ ചർച്ചയാണ് കേരള കോൺഗ്രസിൽ പുരോഗമിക്കുന്നത്. 4 മണിക്ക് വീണ്ടും ചേരുന്ന UDF-ൽ മാണി രാജി പ്രഖ്യാപിക്കുമെന്ന വ്യക്തമായ സൂചനകൾ പുറത്തെത്തുന്നു. ഇനി മറന്നേക്കൂ അജയ് തറയിൽ, വ്യക്തമായി പറയാം താങ്കൾക്ക്. പറയട്ടെ ലാലേ, അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ. പക്ഷെ എനിക്ക് പറയാൻ കഴിയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം, ആ തീരുമാനം എന്ന് പറയുന്നത് UDF നേതാക്കന്മാർ ഉചിതമായ തീരുമാനം എടുക്കുമെന്നാണ്. ആ ഉചിതമായ തീരുമാനം കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. തീർച്ചയായും അജയ് തറയിൽ, അതായത് പുതിയതായി വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ LDF യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. ശക്തമായ പ്രക്ഷോഭവുമായി അവർ മുമ്പോട്ട് പോകാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇതുവരെയുള്ള പ്രക്ഷോഭങ്ങളുടെ മുഖം മാറ്റി വളരെ ശക്തമായിട്ടായിരിക്കും LDF ഇനി സമരരംഗത്തേക്ക് പ്രത്യക്ഷപ്പെടുക എന്നതും സൂചനകളായി എത്തുന്നു. DYFI ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു ഒരൊറ്റ പൊതുപരിപാടിയിൽ കെ എം മാണിയെ പങ്കെടുപ്പിക്കില്ല എന്ന്. ഇങ്ങനെ ശക്തമായ രീതിയിൽ കേരള സമൂഹം ഉരുത്തിരിയുന്നു. ഒരുപക്ഷെ അത് KPCC പ്രസിഡന്റിന് അറിയാനാകും. KPCC പ്രസിഡന്റ് പറഞ്ഞത് മന്ത്രിസഭ വീണാലും രാജിയുടെ ആവശ്യം, മാണിയുടെ രാജി ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന്. ഒരുപക്ഷെ കോൺഗ്രസും UDF-ഉം ഒക്കെ അതിന് പരുവപ്പെട്ട് കഴിഞ്ഞു അജയ് തറയിൽ. അങ്ങനെയാണ് കേരളം വാർത്തകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. UDF കേരള ജനങ്ങളുടെ ഇംഗിതമനുസരിച്ച് ഒരു തീരുമാനമെടുക്കും. അതിന് പ്രാപ്തരായ നേതൃത്വമാണ് UDF-നുള്ളത്. ആ തീരുമാനമെടുത്ത് ഞങ്ങൾ അനസൂതം മുന്നോട്ട് പോകും. അവിടെ തകരാൻ പോകുന്നത്, കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ പോകുന്നത് കേരളത്തിലെ ഇടതുപക്ഷമായിരിക്കും, മാധ്യമങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതെന്താണെന്ന് പറഞ്ഞേക്കൂ അജയ് തറയിൽ. എങ്ങനെയാണ് കാര്യങ്ങൾ എത്തുന്നത്? സൂചന എന്നൊന്നും പറയണ്ടല്ലോ, മാണി സമ്മതം അറിയിച്ചു എന്ന് പറയൂ. ലാലെ, അത് UDF തീരുമാനിക്കും. UDF-ന്റെ നേതാക്കന്മാരെ വളരെ പഴുതപ്രജരാണ്. ശരി അജയ് തറയിൽ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെ നന്ദി. തീർച്ചയായും നമുക്ക് വിവരങ്ങൾ, സമഗ്രമായ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ജീവൻ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നടക്കുന്ന പ്രദേശത്തു നിന്നും ജീവൻ ചേരുകയാണ്. ജീവൻ, ഇത്തരത്തിലാണ് കാര്യങ്ങൾ എത്തുന്നത്. മാണി രാജിസമ്മതം അറിയിച്ചു. ഒപ്പം അടുത്ത മന്ത്രിസ്ഥാനം ആർക്ക് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് സജീവമായി സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നടന്നത്. ഇതാണ് സൂചനകളായി വാർത്തകളായി എത്തുന്നതെങ്കിൽ അതിന്റെ സമഗ്രതയിലേക്ക് പോകാം ജീവൻ. അജംഷാദ്, അതിനെ സംബന്ധിച്ച് ഇനിയും അല്പസമയം കൂടെ നമ്മൾ കാത്തിരിക്കേണ്ടതായി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാണി രാജിവെച്ചാലും ഇല്ലെങ്കിലും ഇത് തീർച്ചയായും വളരെ പെട്ടെന്ന് പൂരിപ്പിക്കാൻ കഴിയുന്നൊരു പദപ്രശ്നമല്ല. കാരണം മാണിയുടെ കയ്യിലിരിക്കുന്ന വകുപ്പുകൾ, പ്രത്യേകിച്ച് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ധനകാര്യവും നിയമവും. അത് കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകിച്ച് ആ മന്ത്രിക്ക് മന്ത്രിസഭയിലെ മൂന്നാമൻ എന്ന പരിവേഷം ഉണ്ടാവും. അത്തരത്തിൽ മൂന്നാമൻ എന്ന പരിവേഷത്തിലേക്ക് വരേണ്ട മന്ത്രി ആര്? അത് തൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട തൻ്റെ പഴയകാല വിശ്വസ്തനായിരുന്ന CF തോമസ് ആണോ, അല്ലെങ്കിൽ ഇടക്കാലത്ത് തന്നോടൊപ്പം ചേർന്ന PJ ജോസഫ് ആണോ എന്നത് തീർച്ചയായും അതിന് മാണിയുടെ മനസ്സ് തന്നെയാണ് ആ കാര്യത്തിൽ അറിയേണ്ടത്. കാരണം നേരത്തെ ഇത്തരം പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ളൊരു വ്യക്തിയാണ് PJ ജോസഫ്. പ്രത്യേകിച്ച് ആഭ്യന്തരവും വിദ്യാഭ്യാസവും പൊതുമരാമത്തും അടക്കമുള്ള നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്ത തഴക്കവും പഴക്കവും ചെയ്യുന്നൊരു ഭരണകർത്താവാണ് അദ്ദേഹം. അദ്ദേഹത്തിനായിരിക്കുമോ ഇത് കൈമാറുക? പ്രത്യേകിച്ച് അദ്ദേഹം പാർട്ടിയിലെ വർക്കിംഗ് ചെയർമാൻ കൂടിയാണ്. KM മാണി കഴിഞ്ഞാൽ തൊട്ട് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. വർക്കിംഗ് ചെയർമാനായ PJ ജോസഫിനെ വകുപ്പ് ഏൽപ്പിക്കാതെ CF തോമസിനാണ് ഈ വകുപ്പ്, ധനകാര്യമന്ത്രി KM മാണി ഈ വകുപ്പ് കൈമാറ്റം ചെയ്യുന്നതെങ്കിൽ അത് മാണി ഗ്രൂപ്പിന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുതിയ പൊട്ടിത്തെറിയായിരിക്കും. ആ കാര്യം തീർച്ചയായും അത്
പിന്നീട് പ്രത്യേകിച്ച് അത് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ അതെന്തായാലും അത് ഒരു വലിയ പൊട്ടിത്തെറിയിലേക്കും ആയിരിക്കും അത് നയിക്കുക എന്നുള്ളതായിരിക്കും. എന്തായാലും ആ കാര്യത്തിൽ മാണിയുടെ മനസ്സ് തന്നെയായിരിക്കും, മാണി തീരുമാനിക്കുന്ന ആൾക്ക് തന്നെയായിരിക്കും ആ കാര്യത്തിൽ അന്തിമമായ ആ വകുപ്പുകൾ എത്തിച്ചേരുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും അറ്റ് ദ പ്രസന്റ് ഈ സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇനി ഒരു രാജി സന്നദ്ധനല്ലാത്ത മാണിയെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി രാജി എന്ന കാര്യത്തിലേക്ക് എത്തിക്കാൻ മുന്നണി നേതൃത്വത്തിനായി തീർച്ചയായും ഇത് മാണിയുടെ പരിപൂർണമായ സമ്മതത്തോടു കൂടിയുള്ള രാജിയല്ല. ആ കാര്യത്തിൽ തീർച്ചയായും മാണിയെ ഈ രൂപത്തിൽ മാണിയെ ഈ നിലയിലേക്ക് എത്തിച്ചേർത്തതിൽ ഘടകകക്ഷികളുടെ സമ്മർദ്ദമുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ രണ്ടാം നിര നേതൃത്വത്തിനിടയിൽ നിന്ന് ഉയർന്ന മുറുമുറുപ്പുണ്ട്. VM സുധീരൻ പരസ്യമായി പ്രതികരിച്ചേക്കാമെന്ന ഭയമുണ്ട്. തൻ്റെ മുൻകാലങ്ങളിൽ മുഖ്യമന്ത്രിക്ക് തന്നെ സംരക്ഷിക്കാൻ കഴിഞ്ഞതുപോലെ ഇനി അങ്ങോട്ട് സംരക്ഷിക്കാൻ കഴിയില്ല എന്ന മാണിയുടെ ഉൾഭയമുണ്ട്. എല്ലാം ചേരുന്ന ഒരു തീരുമാനത്തിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ മാണി രാജി എന്ന അവസാന അടവിലേക്ക് പ്രവേശിക്കുന്നത്. എന്തായാലും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിനുള്ളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് അവിതർക്കിതമായ ഒരു വസ്തുതയാണ്. ആ തർക്കങ്ങളും പാർട്ടിയിൽ യോജിപ്പില്ല എന്ന മാണിയുടെ മാണിക്ക് തൻ്റെ തിരിച്ചറിവിൽ നിന്നായിരിക്കാം ഇനി രാജിയല്ലാതെ മറ്റൊരു പോംവഴിയില്ല എന്ന മാണി ഇപ്പോൾ സൂചന മുന്നണി. അതായത് ജീവൻ അങ്ങനെയെങ്കിൽ CF തോമസിനായി മാണി വിഭാഗവും അല്ലെങ്കിൽ മാണി ഒരുപക്ഷെ CF തോമസിനായി നിലകൊള്ളുന്നു. PJ ജോസഫിന് വേണം. ജീവൻ തന്നെ സൂചിപ്പിച്ചതുപോലെ യുക്തിപരമായ ഒരുപാട് കാര്യങ്ങൾ PJ ജോസഫിന് അനുകൂലമായുണ്ട്. അത് ഉയർത്തി ഒരു വിഭാഗം. അങ്ങനെയെങ്കിൽ കടുത്ത ഭിന്നത ഈ വിഷയത്തിൽ കേരള കോൺഗ്രസിലുണ്ടാകും. രാജിക്ക് ശേഷവും കേരള കോൺഗ്രസ് നേരിടാൻ പോകുന്ന അത്തരത്തിലുള്ള ഭിന്നതകൾ ഈ ഘട്ടത്തിൽ വായിച്ചെടുക്കാം. ജീവൻ. അജംഷാദ്, 2010 മാണിയും PJ ജോസഫും തമ്മിലുള്ള ലയനമുണ്ടായത്. അന്ന് VS അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന PJ ജോസഫ് വളരെ പെട്ടെന്നാണ് കേരള കോൺഗ്രസുകളുടെ ഏകീകരണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിടുകയും മാണി കോൺഗ്രസിൽ ലയിക്കുകയും തുടർന്ന് UDFന്റെ ഭാഗമാകുകയും ചെയ്തത്. അത്തരത്തിൽ കേരള കോൺഗ്രസുകളുടെ എല്ലാം ലയനമാണ് തൻ്റെ ലക്ഷ്യം എന്നതായിരുന്നു അന്ന് PJ ജോസഫ് പറഞ്ഞിരുന്നതെങ്കിൽ പോലും പിന്നീട് ആ പാർട്ടി രണ്ട് വിഭിന്നമായ, അതായത് രണ്ട് വ്യത്യസ്തമായ ധാരകൾ പേറിക്കൊണ്ട് തന്നെ നിലകൊള്ളുന്നൊരു പാർട്ടിയായിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗം എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ആ പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ട് വ്യത്യസ്തമായ ചേരികൾ, രണ്ട് വ്യത്യസ്തമായ രണ്ട് നേതാക്കന്മാർ, രണ്ട് വിഭിന്നമായ ധാരകൾ ഒരിക്കലും യോജിക്കുമ്പോൾ പോലും അതിനുള്ളിൽ യോജിക്കാനാവാത്ത ഒരുപാട് ഘടകങ്ങൾ, അത് പല കാര്യങ്ങളിലും നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കണ്ടതാണ്. അത്തരമൊരു തീരുമാനം തന്നെയായിരിക്കും ആ കാര്യത്തിലും ഉണ്ടാവുക. കാരണം ചീഫ് വിപ്പായി CF തോമസിന് ഒരു ഘട്ടത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ പേരിനെ വെട്ടി മാണിക്ക് പിന്നീട് തോമസ് ഉണ്ണിയാടൻ്റെ പേരാണ് പരിഗണിക്കേണ്ടി വന്നത്. ഒരുപക്ഷെ നമ്മൾ ആരും പരിഗണിക്കാത്തൊരു പേര് ഈ കാര്യത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നേക്കാം. കാരണം CF തോമസിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അദ്ദേഹം പാർട്ടിയുടെ നേരത്തെ ചെയർമാനായിരുന്നു, അതായത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ചെയർമാനായിരുന്ന വ്യക്തിയാണ് എന്ന മുൻപരിചയമുണ്ട്. അതുകൂടാതെ അദ്ദേഹം പഞ്ചായത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന, നഗര വികസനമടക്കമുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി കൂടിയാണ്. പക്ഷേ പുതിയ സാഹചര്യത്തിൽ CF-നെ പോലെ ഒരാൾ, പ്രത്യേകിച്ച് അനഭിമിതനായി നിൽക്കുന്ന, ചില സഭയ്ക്ക് ചില ഘട്ടങ്ങളിലൊക്കെ അനഭിമിതനായി നിൽക്കുന്ന ഒരു വ്യക്തി, ഉണ്ണിയാടനെ പോലെ ചുറുചുറുക്കുള്ള ഒരു വ്യക്തി ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് വന്നാൽ നമുക്ക് ഒരുപക്ഷെ അത്ഭുതം പറയാനാവില്ല. പക്ഷേ അജംഷാദ്, ഞാൻ പറയുന്നത് ഈ ഘട്ടത്തിൽ അത്തരമൊരു ചർച്ചയിലേക്ക് പോകുന്നതിനേക്കാൾ കുറെ കൂടി അഭികാമ്യമായി നിൽക്കുന്നത് ഹൈക്കോടതി വിധിയെ തുടർന്ന് കഴിഞ്ഞ 24 മണിക്കൂർ പിന്നിട്ടിട്ടും രാജിവെക്കില്ല എന്ന് പിടിവാശി പിടിച്ചു നിന്നൊരു മന്ത്രി ഒടുവിൽ രാജി എന്ന മറ്റൊരു പോംവഴിയില്ലാത്ത ഇതിലേക്ക് വന്നിരിക്കുന്നു. തീർച്ചയായും UDF-ന് മുന്നിൽ വന്നിരുന്ന ഒരു വൈതരണിയെ വളരെ സമർത്ഥമായി മുന്നണി നേതൃത്വത്തിന് മുറിച്ചു കടക്കാൻ കഴിയും വിധം മാണി ഇപ്പോൾ തൻ്റെ രാജി പ്രഖ്യാപനവുമായി വരുന്നത് ഒരു ശുഭസൂചനയാണ്. മുന്നണി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം കാർമേഘങ്ങൾ മാറുന്നു, അവിടെ പുതിയ ആകാശം തെളിയുന്നു. തീർച്ചയായും മാണി ആ കാര്യത്തിൽ ജീവൻ നേരത്തെ തന്നെ ഉണ്ണിയാടൻ പ്രഖ്യാപിച്ചതുപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന്റെ വിശദാംശങ്ങൾ ഒന്നൊന്നായി അടച്ചിട്ട മുറിയിലെ ആ വിശദാംശങ്ങൾ ഒന്നൊന്നായി പുറത്തെത്തുകയാണ് ജീവൻ. അങ്ങനെയെങ്കിൽ ഉണ്ണിയാടനും ഇത്തരത്തിൽ രാജിക്കായി തയ്യാറായിരിക്കുന്നു എന്നതാണ്. അതായത് ഭൂരിപക്ഷം MLA-മാരും ഇത്തരത്തിൽ മാണിയുടെ രാജി ആവശ്യം എന്ന സമ്മർദ്ദത്തിലേക്ക് അല്ലെങ്കിൽ ആവശ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഉണ്ണിയാടൻ മാത്രമായിരുന്നു മാണി സാറിനെ ഒറ്റപ്പെടുത്തിയാൽ താനും രാജിവെക്കുമെന്ന അവകാശവാദവുമായി രംഗത്തെത്തിയത്. ഒരുപക്ഷെ ഉണ്ണിയാടൻ അത് പറയുകയും ചെയ്തു സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ. ആ കാര്യങ്ങൾ കൂടി വിശദാംശങ്ങളായി എത്തുന്നു ജീവൻ.
തീർച്ചയായും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കെ എം മാണി എന്നത് ഈ പാർട്ടിയുടെ പോപ്പാണ്. അദ്ദേഹമാണ് ഈ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. തോമസ് ഉണ്ണിയാടൻ നേരത്തെ നമ്മളോട് രാവിലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയ കാര്യവും അതാണ്. കാരണം കെ എം മാണിയെ മാത്രമായി ഈ കാര്യത്തിൽ കുരുതി കൊടുക്കാൻ തങ്ങൾ തയ്യാറല്ല. രാജിവെക്കുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും രാജിവെക്കും. ആ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് തോമസ് ഉണ്ണിയാടൻ സ്റ്റിയറിംഗ് കമ്മിറ്റി തീർച്ചയായും ജീവൻ തുടരുക. ഇപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം രാജീവ് ചേരുകയാണ്. ശ്രീ രാജീവ്, കൗതുകത്തിലും ആകാംക്ഷയിലും ഇരിക്കുകയാണ് ജനങ്ങൾ. ഒരു പക്ഷേ ആ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ രാജ്യസന്നദ്ധത അറിയിച്ച ആ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ രാജീവ്. അജിംഷാദ്, വളരെ ശക്തമായ ഒരു അഭിപ്രായ ഭിന്നത കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉയർന്നു വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കെ എം മാണിയുടെ പ്രധാന ആവശ്യങ്ങളിലൊന്ന് പി ജെ ജോസഫും ഒപ്പം രാജിവെക്കണമെന്നായിരുന്നു. എന്നാൽ തനിക്ക് രാജിവെക്കാനാകില്ല എന്ന് പി ജെ ജോസഫ് അസന്നിഗ്ധമായി വ്യക്തമാക്കിയതോടുകൂടി കെ എം മാണിക്ക് മറ്റ് പോംവഴികളില്ലാതെ പോവുകയായിരുന്നു. എങ്കിൽ പോലും അദ്ദേഹത്തോടൊപ്പം തന്നെ തോമസ് ഉണ്ണിയാടനും രാജിവെക്കാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പശ്ചാത്തലം കൂടി കണക്കെടുത്താൽ കേരള കോൺഗ്രസ് വേണമെങ്കിൽ ഒരു പിളർപ്പിന്റെ വക്കിലാണ് ഇപ്പോൾ എന്ന തരത്തിലുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. കാരണം കെ എം മാണി ഒറ്റയ്ക്ക് രാജിവെക്കാൻ വെക്കുന്നത് സംബന്ധിച്ച കാര്യത്തിൽ ഇപ്പോഴും അത്രയധികം സമ്മതം പ്രകടിപ്പിച്ചിട്ടില്ല. എങ്കിൽ പോലും രാജി വെക്കാനുള്ള സമ്മർദ്ദം ശക്തമാണ് എന്നതിനാൽ രാജി സന്നദ്ധത അറിയിക്കുകയും ചെയ്തു. തന്റെ ഒപ്പം നിൽക്കാൻ ജോസഫ് വിഭാഗം തയ്യാറായില്ല എന്ന് അദ്ദേഹം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നു എന്നും നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. ഇതിനർത്ഥം വളരെ ശക്തമായ ആശയ ഭിന്നത, അഭിപ്രായ ഭിന്നത കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തോമസ് ഉണ്ണിയാടൻ രാജിവെക്കുന്നത് കെ എം മാണി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണെങ്കിൽ ജോസഫ് വിഭാഗത്തിൽ നിന്ന് ആരും രാജിവെക്കാൻ തയ്യാറില്ല എന്ന് പ്രഖ്യാപിച്ചു. ജോസഫ് രാജിവെക്കണമെന്ന് മാണി ആവശ്യപ്പെട്ടപ്പോൾ ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജും ജോസഫ് രാജിവെക്കേണ്ടതില്ല എന്നൊരു നിലപാടെടുത്തു. തുടർന്ന് വലിയ വാഗ്വാദങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായി. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന നിലയ്ക്കാണ് ഇപ്പോൾ രാജ്യസന്നദ്ധത അർദ്ധമനസ്സോടുകൂടി കെ എം മാണി മുന്നോട്ട് വെക്കുന്നത്. സി എഫ് തോമസിനെ മന്ത്രിയാക്കണമെന്ന നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അറിയുന്നത്. എന്നാൽ ഇപ്പോൾ വളരെ ശക്തമായ ഒരു വികാരം കെ എം മാണിക്കും ജോസഫ് ഗ്രൂപ്പിനും ഇടയിൽ അതിശക്തമായ ഒരു ശത്രുത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ അത് തന്നെയാണ് ശ്രീ രാജീവ്. അതായത് എനിക്ക് ശേഷം പ്രളയം ഉണ്ടാകട്ടെ എന്ന രീതിയിലുള്ള നിലപാട് മാണി കെ എം മാണി എടുക്കുന്നു. അതായത് രാജിവെക്കുകയാണെങ്കിൽ കൂട്ടത്തോടെ പോകട്ടെ എന്ന രീതി. പക്ഷെ അത് പി ജെ ജോസഫ് അടക്കമുള്ള മറ്റ് MLA-മാർക്ക് ഒരു പക്ഷേ അത്തരത്തിൽ ഒരു തെറ്റ് ഒരാൾ ചെയ്തതിൻ്റെ പുറത്ത് തെറ്റ് ചെയ്യാത്ത മറ്റുള്ളവരൊക്കെ കുരുതി കൊടുക്കേണ്ട ആവശ്യം എന്ത് എന്ന് ഈ ചോദ്യമാണ് ഒരു പക്ഷേ വിരോധമായി ഭിന്നതയായി ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും രൂപം കൊള്ളാൻ സാധ്യത. ശ്രീ രാജീവ്, ശരിയാണോ? അജിംഷാദ്, കേരള കോൺഗ്രസ് എമ്മിന്റെ സുഗമമായ നടത്തിപ്പിന്റെ കാലമല്ല ഇനി വരാൻ പോകുന്നത് എന്ന് തീർച്ചയാണ്. കെ എം മാണി വ്രണത ഹൃദയനായിട്ടാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അല്പസമയത്തിനകം ഇറങ്ങി വരിക എന്നുള്ളതും ഉറപ്പാണ്. ഇന്നത്തെ UDF യോഗത്തിൽ വളരെ വിക്ഷുബ്ധനായ കെ എം മാണി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പങ്കെടുക്കണമെന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനം വന്നിട്ടില്ല. എന്നാൽ താൻ മാത്രമായി രാജിക്ക് ഒരുങ്ങുന്നതും താൻ മാത്രം രാജിവെക്കുന്നതിനെ കുറിച്ച് ഇപ്പോഴും കെ എം മാണി വറീഡാണ്. അതോടൊപ്പം തന്നെ ജോസ് കെ മാണിയെ മന്ത്രിയാക്കാനുള്ള അദ്ദേഹത്തിന്റെ നീക്കവും ഫലിച്ചില്ല. അപ്പൊ അതിന്റെ ഭാഗമായി തന്നോടൊപ്പം മുൻകാലത്ത് നിന്നിരുന്ന CF തോമസിനെ മന്ത്രിയാക്കണമെന്ന് അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഒരുപക്ഷെ ജോസഫ് വിഭാഗത്തിന് കൂടി സ്വീകാര്യനായ നേതാവാണ് CF തോമസ്. എന്നാൽ രാജിവെച്ച കെ എം മാണി എത്തരത്തിലാണ് പ്രവർത്തിക്കുക എന്നതിനെ സംബന്ധിച്ച് യാതൊരു പിടിയും ജോസഫ് വിഭാഗത്തിനും ഇപ്പോഴില്ല. തന്നെ പിന്നിൽ നിന്ന് ജോസഫ് വിഭാഗം കുത്തി ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ കെ എം മാണിക്കുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കടുത്ത അസ്വാരസ്യങ്ങൾ മാണി വിഭാഗത്തിൽ വന്നു കഴിഞ്ഞു. ജോസഫിനും വിഭാഗത്തിനെതിരെ ഒരുപക്ഷെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടി മുന്നിൽ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിക്കും കെ ബാബുവിനുമെതിരെ വളരെ ശക്തമായ ഒരു ആക്രമണം കെ എം മാണി വാർത്താ സമ്മേളനത്തിൽ എടുത്ത് നടത്തിയേക്കുമെന്നുള്ള തരത്തിലുള്ള സൂചനകളും അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ നിന്ന് വരുന്നുണ്ട്. എന്തായാലും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും അത്ര നല്ല കാലമല്ല ഇനി വരാൻ പോകുന്നത് എന്ന് ഉറപ്പാണ്. കെ എം മാണി വഴങ്ങിയത് വലിയ വലിയ ഉപാധികൾ മുന്നോട്ട് വെച്ചായിരിക്കുമെന്നുള്ളത് സംശയമില്ല, തർക്കമില്ല. ജിംഷാദ്, തീർച്ചയായും. രാജീവ്, അതായത് ഒപ്പം ആ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കേരളം ഒരുപക്ഷെ കാതോർക്കുന്ന ആ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഒരുപക്ഷെ കെ എം മാണി രാജിസന്നദ്ധത അറിയിച്ചു സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ. അങ്ങനെയെങ്കിൽ അടുത്ത സീറ്റ്, അടുത്ത മന്ത്രിസ്ഥാനം ആർക്ക് നൽകണമെന്ന കാര്യത്തിൽ ധാരണയായതിനു ശേഷമായിരിക്കുമോ ഇന്ന് ചേരുന്ന UDF യോഗത്തിൽ ഒരു പക്ഷേ മാണി തൻ്റെ രാജിസന്നദ്ധത അറിയിക്കുക? അല്ലെങ്കിൽ അവിടെ രാജിയുമായി ബന്ധപ്പെട്ട് മാണി വേണ്ടി വെക്കുന്ന കണ്ടീഷൻ എന്തൊക്കെയായിരിക്കും? സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നിന്ന് നമുക്കറിയാനാകുന്നവ കൂടി ക്രോഡീകരിച്ചാൽ രാജ്യം. പ്രാഥമികമായി കെ എം മാണി രാജിക്ക് വഴങ്ങുന്നു എന്നുള്ളത് വലിയ സമ്മർദ്ദത്തിന്റെ ഫലമായാണ്. കാരണം
UDF ഒരു നിലപാടെടുത്ത പശ്ചാത്തലത്തിൽ UDF-നെ ചോദ്യം ചെയ്തുകൊണ്ട് KM മാണിക്ക് രാജിവെക്കാതെ തരമില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അല്ലെങ്കിൽ UDF-ൽ നിന്ന് പുറത്തു പോകണം. UDF-ൽ നിന്ന് അദ്ദേഹം പുറത്തു പോവുകയാണെങ്കിൽ തന്നെ 3 MLA-മാരെ മാത്രമേ അദ്ദേഹത്തിന് ഒപ്പം കിട്ടൂ എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ വ്യക്തമായി. ഈ പശ്ചാത്തലത്തിലാണ് തന്നെ പിന്നിൽ നിന്ന് കുത്തുകയാണെന്ന നിലപാടിലേക്ക് KM മാണി എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപക്ഷെ ജോസഫ് വിഭാഗത്തിനെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും ബാറുകളുടെ ചുമതലയുള്ള മന്ത്രി കെ ബാബുവിനെതിരെ വളരെ ശക്തമായ ആഞ്ഞടിക്കൽ ചിലപ്പോൾ KM മാണിയിൽ നിന്ന് ഉണ്ടാകാമെന്ന തരത്തിലുള്ള സൂചനകൾ നമുക്ക് വന്നു കഴിഞ്ഞു. മാണിയുടെ തീരുമാനമായി ഇത് UDF-നെ അറിയിക്കണമെന്നാണ് കേരള കോൺഗ്രസ് പാർട്ടി എന്തായാലും അറിയിച്ചിട്ടുള്ളത്. പക്ഷേ വരും ദിവസങ്ങളിൽ വളരെ ശക്തമായ പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ്. മാണിയുടെ വ്യക്തിപരമായ തീരുമാനം എന്ന നിലയ്ക്ക് ആയിരിക്കും UDF-നെ അറിയിക്കുക എങ്കിൽ കൂടിയും തനിക്ക് പാർട്ടിയിൽ നിന്ന് വൻ തിരിച്ചടി നേരിട്ടു എന്ന കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് KM മാണി രാജിയിലേക്ക് നീങ്ങുന്നത്. അജിംഷാ, അതായത് അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ UDF യോഗത്തെ മാണി രാജിസന്നദ്ധ അറിയിക്കും. അജിംഷാദ് മിക്കവാറും തീർച്ചയായും ഇന്ന് തന്നെ രാജിസന്നദ്ധ അറിയിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ അദ്ദേഹം രാജിവെക്കാനും സാധ്യതയുണ്ട് എന്നാണ് പുതിയ വാർത്തകൾ അറിയുന്നത്. വ്യക്തിപരമായ തീരുമാനം എന്ന നിലയ്ക്കായിരിക്കും മാണി രാജിസന്നദ്ധ അറിയിക്കുക. അതേസമയം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം അത്ര സുഗമമായിരുന്നില്ല. ജോസഫ് രാജിവെക്കണമെന്ന് ഒരിക്കൽ കൂടി KM മാണി ആവശ്യപ്പെട്ടു. അതേസമയം തോമസ് ഉണ്ണിയാടൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് താൻ രാജിവെക്കാൻ സന്നദ്ധനാണെന്ന കാര്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു. എന്തായാലും രാജിവെക്കാനുള്ള KM മാണിയുടെ അനുമതി തേടൽ എന്ന തരത്തിലുള്ള ചില നാടകങ്ങളും അതിലുണ്ടായി. ഒറ്റക്കെട്ടായി പാർട്ടി KM മാണിക്ക് പിന്നിൽ അണിനിരത്തുന്ന തോന്നലുണ്ടാക്കുന്ന തരത്തിൽ മുന്നോട്ട് നീങ്ങണമെന്നാണ് മാണി അവസാനമായി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. എന്തായാലും ജോസഫ് വിഭാഗവുമായി കടുത്ത ഭിന്നത നിൽക്കുമ്പോൾ തന്നെ ഈ അവസരത്തിൽ പാർട്ടിയുടെ ഒറ്റക്കെട്ടായ ഒരു സപ്പോർട്ട് വേണമെന്ന ഒരു ആഗ്രഹം മാണിക്കുണ്ട്. ഇത് എത്രത്തോളം മാണിക്ക് നേടാൻ കഴിയുമെന്നുള്ളത് ഇനി മണിക്കൂറുകൾ അത് തന്നെയാണ് ശ്രീ രാജീവ്. അതായത് ബാർക്കോഴ കേസുമായി മാണിയുടെ രാജി എന്ന ഏറ്റവും പുതിയ വിഷയത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ സംഭവ വികാസങ്ങളുടെ തുടക്കം പീപ്പിൾ ടിവിയിലൂടെയാണ്. പീപ്പിൾ ടിവിയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും അനുബന്ധ വാർത്തകളും നൽകിയത്. ഒരു പക്ഷേ രാജിവെച്ചതിന് ശേഷമുള്ള മാണി, അല്ലെങ്കിൽ രാജി പ്രഖ്യാപനം അല്ലെങ്കിൽ രാജി സന്നദ്ധത അറിയിച്ചതിന് ശേഷമുള്ള മാണി മുമ്പോട്ട് വെക്കുന്നതും പീപ്പിൾ ടിവി കൊണ്ടുവന്ന കാര്യങ്ങൾ തന്നെയാകും. കെ ബാബുവിനെതിരെ, രമേശ് ചെന്നിത്തലയ്ക്കെതിരെ, VS ശിവകുമാറിനെതിരെ, ഒപ്പം ഉമ്മൻചാണ്ടി ഉൾപ്പെട്ട സോളാർ കുംഭകോണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെയും ഒരുപക്ഷെ മാണി കൂടുതൽ അപകടകരമായ രീതിയിൽ രംഗത്തെത്താം. അങ്ങനെയും സൂചനകളില്ലേ? സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അത്തരത്തിൽ ലഭിക്കാവുന്ന സൂചനകൾ ഉണ്ടായോ രാജീവ്? അജിംഷാദ്, തീർച്ചയായും KM മാണി വ്രണതഹൃദയനായാണ് പുറത്തു പോകുന്നത്. 2 തരത്തിലുള്ള ആക്രമണം നേരിട്ടു എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഒന്ന് UDF ഘടകകക്ഷികൾ, കോൺഗ്രസ് അടക്കമുള്ള UDF ഘടകകക്ഷികളിൽ നിന്ന് രണ്ടാമത് സ്വന്തം പാർട്ടിയിലെ ജോസഫ് വിഭാഗത്തിൽ നിന്ന് തന്നെ പിന്നിൽ നിന്ന് കുത്തി എന്നൊരു നിലപാട് KM മാണിക്കുണ്ട്. അതുകൊണ്ട് തന്നെ KM മാണി വളരെ ശക്തമായ പ്രതികരണത്തിലേക്ക് നീങ്ങുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം UDF-ൽ നിന്ന് സമ്മർദ്ദം ഉയർന്നപ്പോഴും സ്വന്തം പാർട്ടി തനിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ സർക്കാരിനെ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തനിക്ക് രാജിവെക്കാതിരിക്കാമെന്നായിരുന്നു KM മാണിയുടെ ചിന്ത. എന്നാൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. ജോസഫ് വിഭാഗവും രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി ജോസഫ് വിഭാഗം KM മാണിയെ സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നേതാവ് പറഞ്ഞത്. ഇതിന്റെ അർത്ഥത്തിൽ ജോസഫ് വിഭാഗത്തിന് PJ ജോസഫ് ഒഴികെയുള്ള ജോസഫ് വിഭാഗത്തിന് കർശനമായ ചില നിലപാടുകൾ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ എടുക്കേണ്ടി വന്നു. രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ PJ ജോസഫും പറഞ്ഞു തനിക്ക് രാജിവെക്കാനാകില്ല, പകരം KM മാണി തന്നെ രാജിവെക്കട്ടെ എന്നുള്ളൊരു നിലപാടിലേക്ക് പോവുകയും ചെയ്തു. അവസാനം ജോസഫ് അടക്കമുള്ളവർ തന്നെ പിന്നിൽ നിന്ന് കുത്തി എന്ന നിലപാടിലേക്ക് KM മാണി പോവുകയും രാജ്യസന്നദ്ധ അറിയിക്കുകയുമായിരുന്നു. തീർച്ചയായും രാജീവ്, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ അടക്കം ക്രോഡീകരിച്ച് നൽകിയത്. ജീവനിലേക്ക് തന്നെ ഒരിക്കൽ കൂടി പോയാൽ, ജീവൻ, ഇത്തരത്തിലാണ് കാര്യങ്ങൾ പുരോഗമിച്ചത്. ശക്തമായ സമ്മർദ്ദം മാണിക്ക് മേലുണ്ടായി. വിഭാഗീയതയുടെ ഏറ്റവും വലിയ ഇരയാണ് താൻ എന്ന രീതിയിലേക്ക് വരെ മാണി ഉള്ളിൽ സംസാരിക്കുന്നു. UDF-ലെ വിവിധ കക്ഷികൾ തന്നെ പിന്നിൽ നിന്ന് കുത്തിയതുപോലെ കേരള കോൺഗ്രസിനുള്ളിലും ജോസഫ് വിഭാഗം അടക്കമുള്ളവർ കുത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഈ രീതിയിലേക്ക് പോയാൽ അടുത്ത മന്ത്രിസ്ഥാനം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും രാജിവെക്കുന്ന മാണി മുമ്പോട്ട് വെക്കുന്നു. പ്രധാനമായി ജീവൻ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ രാജി ഇന്ന് UDF യോഗത്തിൽ മാണി അറിയിക്കും. ജീവൻ, സാങ്കേതികമായ കാര്യമാണെങ്കിലും സ്റ്റിയറിംഗ് കമ്മിറ്റി ഇപ്പോഴും അനുമതി കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നിർണായകമായ ചർച്ചകൾ നടക്കുന്നത്. ജീവൻ, കേൾക്കാമെങ്കിൽ UDF യോഗത്തിൽ ഇന്ന് ചേരുന്ന വീണ്ടും ചേരുന്ന 4 മണിക്ക് ചേരുന്ന UDF യോഗത്തിൽ രാജിസന്നദ്ധത അറിയിക്കാൻ ഒരുങ്ങി KM മാണി. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ
അതിവൈകാരികവും നാടകീയവുമായ നിരവധി നിമിഷങ്ങൾക്ക് ശേഷം മാണി ഒടുവിൽ രാജിവെക്കാൻ സന്നദ്ധനാണെന്നും തൻ്റെ പിൻഗാമി ആര് എന്ന് ആവണം എന്നതിനെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളെക്കുറിച്ചും മുമ്പോട്ട് വെച്ചു ആശയങ്ങൾ. ഈ ആശയങ്ങളാണ് ഒരുപക്ഷെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പ്രധാനമായും ഉയർന്നത്. ജീവനിലേക്ക് എത്തിയാൽ, അതായത് മാണിയുടെ രാജിസന്നദ്ധത സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ രൂപം കൊണ്ടിരിക്കുന്നു. പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകളും നടന്നു. കടുത്ത വിഭാഗീയതയ്ക്കൊടുവിൽ മറ്റുള്ളവരെ പോലെ തന്നെ കേരള കോൺഗ്രസിലെ അംഗങ്ങളും തനിക്ക് പിന്നിൽ നിന്ന് കുത്തി എന്നതടക്കം മാണി അതിവൈകാരികമായി പ്രതികരിച്ചു എന്നതാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ മാണി ഇന്ന് തന്നെ UDF യോഗത്തിൽ രാജിസന്നദ്ധ അറിയിക്കുമോ? രാജിവെക്കാൻ ഞാൻ തയ്യാറാണ് എന്ന ആ 3 വാക്ക് മാണി ഇന്നത്തെ UDF-ൽ പറയുമോ? ജീവൻ അറിയാനാകുന്നവ. അജിംഷാദ്, അതിന് അല്പസമയം കൂടെ നമ്മൾ കാത്തിരിക്കേണ്ടതായി വരും. കാരണം ഈ കാര്യത്തിൽ ഒരു കാര്യം വളരെ അസന്നിഗ്ധമാണ്. കാരണം KM മാണി ഇതിൽ ചില സൂചനകൾ ഈ കാര്യത്തിൽ യോഗം മുമ്പാകെ നൽകിയിട്ടുണ്ട്. തോമസ് ഉണ്ണിയാടനും ഈ കാര്യത്തിൽ മാണിയോടൊപ്പം താനും രാജിവെക്കാൻ തയ്യാറാണ് എന്ന് മുന്നണി നേതൃത്വത്തെ അറിയിച്ചു. പക്ഷേ PJ ജോസഫ് യാതൊരു കാരണവശാലും താൻ രാജിവെക്കാനില്ല. കാരണം മാണിയോടൊപ്പം താൻ രാജിവെക്കുകയാണെങ്കിൽ താനും ഈ കോഴപ്പണത്തിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ട് എന്ന് പൊതുജനം കരുതും. അങ്ങനെ ഒരു നാണം കെട്ട രാജിയിലേക്ക് പോകാൻ താണില്ല എന്ന് വളരെ കൃത്യമായ ഭാഷയിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തെ അറിയിച്ചു. എന്തായാലും പാർട്ടിക്കുള്ളിലൊരു ഫ്രാക്ഷൻ ഇപ്പോൾ വന്നിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിൽ PJ ജോസഫും KM മാണിയും 2 ധാരകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി അടർന്നു മാറുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലൂടെ ഉണ്ടായി. കാരണം അതിൻ്റെ അനുരണനങ്ങളായിരുന്നു രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. കാരണം PJ ജോസഫ് രാവിലെ യോഗത്തിന് വരുന്നതിന് മുമ്പ് തൻ്റെ വിശ്വസ്തരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. KM മാണി ഫോണിലൂടെ തൻ്റെ ഏറ്റവും അടുപ്പക്കാരായ MLA മാരുമായി ഫോണിലൂടെ സംസാരിക്കുന്നു. ഒടുവിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം മുമ്പാകെ എത്തുമ്പോൾ ഇത്തരത്തിൽ എല്ലാവരും സമ്മതിക്കുകയാണെങ്കിൽ താൻ രാജിവെക്കാം എന്നൊരു സൂചന KM മാണി ഈ യോഗത്തിൽ നൽകുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോഴും ഈ കാര്യത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം മുമ്പാകെ മാണി അറിയിച്ചിരിക്കുന്ന ഈ തീരുമാനം ഇന്നത്തെ UDF യോഗത്തെ അറിയിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ അല്പസമയം കൂടെ നമ്മൾ കാത്തിരിക്കേണ്ടതായി വരും. എന്തായാലും മാണി രാജിവെക്കുകയാണെങ്കിൽ ഈ മാണി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ആരെ ഏൽപ്പിക്കണമെന്നത് തീർച്ചയായും തികച്ചും പ്രസക്തമായൊരു ചോദ്യമാണ്. ഒരു കാര്യത്തിൽ നമുക്ക് വളരെ അസന്നിഗ്ധമായി പറയാം. കാരണം കഴിഞ്ഞകാല കൂട്ടുകക്ഷി സർക്കാരുകളെ സമ്മർദ്ദങ്ങളുടെ മുൾമുനയിൽ നിർത്തിയ KM മാണിക്ക് ഇന്ന് അതിനുള്ള കരുത്തില്ല എന്നത് ഒരു അവിതർക്കിതമായ വസ്തുതയാണ്. കാരണം ബാർക്കോഴ ആരോപണത്തിൻ്റെ വിരൽ അദ്ദേഹത്തിന് നേരെ ചൂണ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം UDF-ൽ നടന്നു മാറിയാൽ പോലും അദ്ദേഹത്തിനെ LDF-ൽ എടുക്കും എന്ന് ഈ ഘട്ടത്തിൽ യാതൊരു ഉറപ്പുമില്ല. അദ്ദേഹത്തിന് ഒരു വിലപേശൽ ശക്തിയായി നിലകൊണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട്. അദ്ദേഹത്തോടൊപ്പം പോയാൽ തങ്ങളുടെ ഭാവി എന്താകുമെന്ന ആശങ്ക അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന MLA മാർക്കുമുണ്ട്. എന്നാൽ KM മാണിയുടെ പിന്നിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നൊരു പ്രതീതി, ഒരു പൊതുപ്രതീതി സൃഷ്ടിക്കാൻ കഴിയുന്ന സാഹചര്യമെങ്കിലും ഉരുത്തിരിയണം എന്നതാണ് ഇപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം മുമ്പാകെ ഉണ്ടാകുന്ന ചർച്ച. ജീവൻ തുടരുക. വളരെ നിർണായകമായ നിമിഷത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. പീപ്പിൾ TV പുറത്തുവിട്ട ബാർക്കോഴയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ എത്തി നിൽക്കുന്നത് ഒടുവിൽ മാണി രാജിക്ക് തയ്യാറാണ് എന്നതാണ്. തൻ്റെ പിൻഗാമി ആര് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉരുണ്ടുകൂടിയത്. ഒപ്പം ഇന്ന് 4 മണിക്ക് വീണ്ടും ചേരുന്ന UDF യോഗത്തിൽ KM മാണി തൻ്റെ രാജി പ്രഖ്യാപനം അറിയിക്കും, അല്ലെങ്കിൽ രാജി സന്നദ്ധത അറിയിക്കും എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങളായെത്തുന്നത്.